അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ടൗൺ പ്ലാനിങ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടൗൺ പ്ലാനിങ്. Town planning is the planning and designing of all the new buildings, roads and parks in a place in order to make them attractive and convenient for the people who live there. അതായത് ടൗൺ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു കറൻറ്റ് ടൗണിൽ അതിന് നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ കൊണ്ടുവരുന്ന ന്യൂ ബിൽഡിങ്സ്, അതുപോലെ ന്യൂ റോഡ്സ്, പാർക്സ് ഓർ ഇൻഡസ്ട്രിയൽ ഏരിയാസ്, അങ്ങനെ പുതുതായി നമ്മൾ കൊണ്ടുവരുന്ന എല്ലാത്തിനെയും ഒരു പർട്ടിക്കുലർ മാനറിൽ പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൗൺ പ്ലാനിങ്ങിലൂടെ നമ്മളിങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുത്തുമ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾക്ക്, അവിടെയുള്ള പീപ്പിളിന് അട്രാക്റ്റീവായ മാനറിലും ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും കൺവീനിയൻറ്റും ആയ രീതിയിൽ മാത്രമായിരിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ ഉള്ള പീപ്പിൾസിൻ്റെ അവരുടെ നോർമൽ ആക്ടിവിറ്റീസിനെ ഒന്നും ബാധിക്കാതെ അവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ള കൺവീനിയൻ്റായ മാനറിൽ പുതിയ ബിൽഡിങ്സും റോഡുകളും ഓർ പാർക്കുകളോ റിക്രിയേഷണൽ സെൻറ്ററുകളൊക്കെ പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും അതുപോലെ കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടൗൺ പ്ലാനിങ്, അതായത് ഒബ്ജക്ട്സ് ഓഫ് ടൗൺ പ്ലാനിങ് എന്നാണ്. അപ്പോൾ കോമൺലി 4 ഒബ്ജക്ട്സ് ആണ് ടൗൺ പ്ലാനിങ്ങിലുള്ളത്. ഫസ്റ്റ് വൺ ബ്യൂട്ടി, ദെൻ കൺവീനിയൻസ്, എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഒരു ടൗൺ പ്ലാനിങ് പ്രോജക്റ്റ് എടുക്കുമ്പോൾ, ടൗൺ പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം, അതും 4ഉം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ബ്യൂട്ടി. അപ്പോൾ നമുക്ക് ബ്യൂട്ടി എന്താണെന്ന് നോക്കാം. The object of beauty can be achieved by taking the advantages of natural conditions surrounding the town and also by giving architectural finishes to various components of town. അതായത് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ ടൗൺ പ്ലാനിങ് ഡിസൈൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ബ്യൂട്ടി അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൗൺ ആണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള നാച്ചുറൽ കണ്ടീഷൻസിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് മാക്സിമം എടുക്കുകയും അതുപോലെ തന്നെ ആ സിറ്റിക്ക് മാക്സിമം ആർക്കിടെക്ചറൽ ഫിനിഷേഴ്സ് ഒക്കെ കൊടുത്ത് അതിൻ്റെ ഇസ്തറ്റിക് അപ്പിയറൻസ് മാക്സിമം എൻഹാൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ അപ്പിയറൻസ് പ്ലീസിങ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ആ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിറ്റിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ കൺവീനിയൻസ്. The object of convenience can be achieved by providing the various economic, social and recreational amenities to the public. The amenities include cheap water and electricity, adequate water supply, cheap power and electricity, adequate water supply and transport facilities. അപ്പോൾ കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അതായത് അത് അതിൻ്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് കൺവീനിയൻ്റായ മാനറിൽ മാത്രമായിരിക്കണം ഈ ടൗൺ പ്ലാനിങ് ചെയ്യേണ്ടത്. അതായത് കൺവീനിയൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ ഒരുപാട് എമ്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ലൈക്ക് ചീപ്പ് പവർ, ഇലക്ട്രിസിറ്റി ആയിരിക്കണം ഈ പ്രൊവൈഡ് ചെയ്യുന്ന എമ്യൂണിറ്റീസ്. ചീപ്പ് പവർ ആൻഡ് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള മാനറിലായിരിക്കണം നമ്മൾ ഈ ടൗൺ പ്ലാനിങ് ചെയ്യേണ്ടത്. അതായത് അതിൻ്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ മാനറിലായിരിക്കണം, അവർക്കത് കൺവീനിയൻ്റ് ആയ മാനറിലായിരിക്കണം ഫീൽ ചെയ്യേണ്ടത്. അതായത് അവരുടെ ഓരോ ആക്ടിവിറ്റീസിനും അത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി നെക്സ്റ്റ് വേണമെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ ദ എൻവയോൺമെൻറ്റ് ഷുഡ് ബി മൗൾഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് മാൻ ക്യാൻ ഗോ അബൌട്ട് ഹിസ് നോർമൽ ആക്ടിവിറ്റീസ് വിത്ത് എ ലീസ്റ്റ് എമൗണ്ട് ഓഫ് സ്ട്രെയിൻ. അതായത് നമ്മൾ ഈ ടൗൺ പ്ലാനിങ് പ്രോജക്റ്റിൽ പുതിയ റോഡോ അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്സോ ഒക്കെ കൊണ്ടുവരുന്നതിലൂടെ അവിടെയുള്ള ജനങ്ങളുടെ നോർമൽ ആക്ടിവിറ്റീസിനെയൊന്നും അത് യാതൊരു തരത്തിലും ബാധിക്കാൻ പാടില്ല. അതൊക്കെ അതുപോലെ തന്നെ യൂഷ്വലായി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇൻ കേസ് അതിനെ ഡെവലപ്ഡ് ചെയ്താലും അതിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യരുത്. അങ്ങനെയുള്ള മാനറിലും ഉള്ള ഡെവലപ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ കൊണ്ടുവരാൻ പാടുകയുള്ളൂ. ദെൻ ദ ലാസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഹെൽത്ത് ആണ്. നമുക്ക് നോക്കാം. ദ ഒബ്ജക്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് അക്കോമഡേറ്റഡ് ഇൻ എ ടൗൺ പ്ലാനിങ് സ്കീം ബൈ മേക്കിംഗ് എ റൈറ്റ് യൂസ് ഓഫ് ലാൻഡ് ഫോർ ദ റൈറ്റ് പർപ്പസ്, ബൈ പ്രൊവൈഡിങ് പാർക്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ് ഫോർ ദ പബ്ലിക്, by maintaining the pollution of various forms to the lowest possible degree,
എക്സെട്ര. അതായത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് നമ്മൾ പ്രോപ്പർ മാനറിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് പ്രോപ്പർ പർപ്പസിന് വേണ്ടി തന്നെ യൂസ് ചെയ്യണം. അതായത് അവിടെയുള്ള ആളുകളുടെ ഹെൽത്തിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഓരോ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും കൊണ്ടുവരാൻ പാടുള്ളൂ. അതായത് നമ്മൾ അവർക്ക് പാർക്സ് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട്സ്, അങ്ങനെയുള്ള എമ്യൂണിറ്റീസ് ഒക്കെ നമ്മൾ പബ്ലിക്കിന് വേണ്ടി അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പൊല്യൂഷൻസ് ഒക്കെ ഒരു പരിധി വരയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ മാത്രമേ ഉണ്ടാവൂ. പൊല്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഫീച്ചേഴ്സുകളും നമ്മൾ അതിനോടൊപ്പം ടൗൺ പ്ലാനിങ്ങിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ 4 നമ്മുടെ എന്ത് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ടൗൺ പ്ലാനിങ് ആണ്. ഇതാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടൗൺ പ്ലാനിങ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഒബ്ജക്റ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടൗൺ പ്ലാനിങ് എന്നാണ്. അപ്പോൾ കോമൺലി 4 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ടൗൺ പ്ലാനിങ് ഉള്ളത്. അതായത് ടൗൺ പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ 4 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അത് ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഗ്രീൻ ബെൽറ്റ്, ദെൻ ഹൗസിംഗ്, പബ്ലിക് ബിൽഡിംഗ്, റിക്രിയേഷൻ സെൻറ്റേഴ്സ്, റോഡ് സിസ്റ്റം, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, സോണിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് 7 പ്രിൻസിപ്പിൾസ് ഓഫ് ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ 7 എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഗ്രീൻ ബെൽറ്റ്. അപ്പോൾ നോക്കാം. Provision of green belt on the periphery of town result in the limitation of its size and hence final size can be well anticipated. അതായത് ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടൗൺ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓപ്പൺ ആയിട്ടുള്ള അതിൻ്റെ പെരിഫറിയിലൂടെയൊക്കെ ആയിട്ട് ഓപ്പൺ സ്പേസുകൾ ധാരാളം പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ബെൽറ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സൈസ് മിനിമൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഫൈനലി നമുക്ക് വേണ്ട സൈസ് അച്ചീവ് ചെയ്യുകയും കൂടി നമുക്ക് ചെയ്യാം. അതായത് അർബൻ ഏരിയയിലൊക്കെ നിയർ ബൈ ആയിട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതുപോലത്തെ സറൗണ്ടിങ് നെയ്ബർ ഏരിയാസ് ഒക്കെ ലാർജ്ലി ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്. എ ഗ്രീൻ ബെൽറ്റ് ഈസ് ബേസിക്കലി ആൻ ഇൻവിസിബിൾ ലൈൻ ദാറ്റ് ഗോസ് എറൗണ്ട് എ സർട്ടൻ ഏരിയ. അപ്പോൾ ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പെരിഫറിയിലായിട്ട് ഒരു ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തിനു പറ്റില്ല, ബിൽഡിംഗ് ഒന്നും പിന്നെ അഗെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതിരിക്കും. അതുപോലെ തന്നെ പൊല്യൂഷൻസ് ഒക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും ഈ ഗ്രീൻ ബെൽറ്റ് അപ്പോൾ സഹായിക്കും. Then housing. Extreme care should be taken by providing accommodation to different categories of people. അതുപോലെ തന്നെ നമ്മൾ ടൗൺ പ്ലാനിങ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്ട്രീം കെയർ നമ്മൾ ശ്രദ്ധിക്കണം, എക്സ്ട്രീം കെയർ കൊടുക്കണം. ഇറ്റ് ഷുഡ് ബി ഒബ്സർവ്ഡ് ദാറ്റ് there will be no slums developed, no slum development further, and if slum are existing they are cleared by providing some alternative arrangement. അതായത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ജീവിക്കാനുള്ള കൺവീനിയൻ്റ് ആയ രീതിയിലായിരിക്കണം ടൗൺ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി അതായത് നമ്മൾ സ്ലം ഡെവലപ്മെൻറ്റ് ഇല്ലാതെ മാക്സിമം നോക്കണം. ഇനി അതായത് ചേരികളൊന്നും ഇല്ലാതെ മാക്സിമം നോക്കണം. ഇനി എങ്ങാനും സ്ലമ്മൊക്കെ അവിടെ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് അതിന് വേണ്ടിയുള്ള അതിന് പരമായി മറ്റൊരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് അവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ആ മാനറിലായിരിക്കണം ടൗൺ പ്ലാനിങ് ചെയ്യേണ്ടത്. ദെൻ അനദർ എന്ന് വെച്ചാൽ പബ്ലിക് ബിൽഡിംഗ് ആൻഡ് റിക്രിയേഷണൽ സെൻറ്റേഴ്സ്. പബ്ലിക് ബിൽഡിംഗ് എന്ന് വെച്ചാൽ there should be proper distribution of various public buildings throughout the town. The unnecessary building at town should be avoided. അപ്പോൾ നമ്മൾ നേരത്തെ ഒബ്ജക്ട്സ് പറഞ്ഞു റിക്രിയേഷണൽ സെൻറ്റേഴ്സ്, പാർക്സ്, അതുപോലെ പബ്ലിക്കിൻ്റെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവർക്ക് സ്യൂട്ടബിളായ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സോഷ്യൽ എക്കണോമിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ വേരിയസ് പബ്ലിക് ബിൽഡിംഗ് ത്രൂ ഔട്ട് ടൗണിൽ നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അൺനെസറി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. ദെൻ അനദർ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ റിക്രിയേഷണൽ സെൻറ്റേഴ്സ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദി ടൗൺ enough space should be reserved for the development of recreational centers for general public. അതുപോലെ തന്നെ റിക്രിയേഷണൽ സെൻറ്റേഴ്സ് മസ്റ്റാണ്. ടൗൺ പ്ലാനിങ്ങിൽ മസ്റ്റായ ഒരു ഐറ്റമാണ് റിക്രിയേഷണൽ സെൻറ്റേഴ്സ് ആൻഡ് പബ്ലിക് ബിൽഡിംഗ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ടൗണിലുള്ള പോപ്പുലേഷൻ അനുസരിച്ചും അതുപോലെ തന്നെ സൈസ് ഓഫ് ദി ടൗൺ ഡിപ്പെൻഡ് ചെയ്തു നമ്മൾ റിക്രിയേഷണൽ സെൻറ്റേഴ്സ് മാക്സിമം പബ്ലിക്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം.
ഇനി നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ റോഡ് സിസ്റ്റം. ദ എഫിഷ്യൻസി ഓഫ് ടൗൺ ഈസ് മെഷേർഡ് ബൈ ദ ലേഔട്ട് ഓഫ് ദ റോഡ് ഇൻ ദ ടൗൺ. അതുപോലെ തന്നെ ഒരു ടൗണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിൽ റോഡ്സിനെ അതിൻ്റെ ലേഔട്ടുകൾ അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഡിഫൈൻ ചെയ്യുക. If nicely designed road system put a good impression in the mind of people and especially the visitors. അതായത് നല്ലൊരു റോഡ് ഡെവലപ്മെൻറ്റ്, റോഡ് സിസ്റ്റം, റോഡ് ലേഔട്ട് ഒക്കെ ഉള്ള ടൗൺ ആണെങ്കിൽ അത് അതിനൊരു പ്രത്യേക ഇമ്പ്രഷൻ ആയിരിക്കും മറ്റുള്ളവർ കാണുമ്പോഴൊക്കെ ഉണ്ടാവുക. അതുതന്നെയാണ് ഒരു വെൽ ഡെവലപ്ഡ് സിറ്റിയുടെ സിമ്പൽ എന്ന് പറയുന്നത്. അവിടെ റോഡ് ലേഔട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഓവർ ബ്രിഡ്ജോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയസിൽ മാത്രമേ, അത് ഇത്രയും പോപ്പുലേഷനൊക്കെ വരുന്ന ട്രാഫിക് കൺജഷൻ വരുന്ന സ്ഥലത്തിൽ മാത്രമേ നമ്മൾ എന്ത് ലേഔട്ടുകൾ, ഓവർ ബ്രിഡ്ജൊക്കെ പ്രൊവൈഡ് ചെയ്യൂ. അപ്പോൾ വെൽ ലേഔട്ട് ഓഫ് റോഡാണ് എന്ത് പറയുന്നത് ഒരു ടൗണിൻ്റെ ഡെവലപ്ഡ് ആയ ടൗണിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഈ ടൗൺ പ്ലാനിങ്ങിൽ റോഡുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ വെൽ ഡെവലപ്ഡ് റോഡായിരിക്കണം എല്ലാം ഉണ്ടാവേണ്ടത്. ഇനി അനദർ വൺ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. എ ടൗൺ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സ്യൂട്ടബിൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് സോ ദാറ്റ് ദർ ഈസ് ദ മിനിമം ലോസ് ഓഫ് ടൈം. ഒരു ടൗൺ എന്ന് പറയുമ്പോൾ, ഒരു ഡെവലപ്ഡ് ആയ ടൗൺ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു നല്ല റോഡ് ലേഔട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും, അതുപോലെ തന്നെ സ്യൂട്ടബിൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. അതായത് അവിടെ അതിന് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൺവീനിയൻ്റ് ആയിരിക്കണം. അപ്പോൾ അവർക്ക് ലോസ് ഓഫ് ടൈം ഒന്നും ഇല്ലാതെ മാക്സിമം ഈസി ആയ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതായത് വീട്ടിൽ നിന്നും വർക്ക് പ്ലേസിലൊക്കെ പോകുമ്പോൾ. ദെൻ സോണിങ്. ദ ടൗൺ ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു സ്യൂട്ടബിൾ സോൺസ്. ടൗണിനെ നമുക്ക് സ്യൂട്ടബിൾ സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സജസ്റ്റ് കൊമേഴ്ഷ്യൽ സോൺ, റെസിഡൻഷ്യൽ സോൺ, ഇൻഡസ്ട്രിയൽ സോൺ എക്സെട്ര. അതായത് കൊമേഴ്ഷ്യൽ സോൺസും റെസിഡൻഷ്യൽ സോൺസും ഇൻഡസ്ട്രിയൽ സോൺസും ഒക്കെ ആയിട്ട് ഈ ടൗണിനെ നമുക്ക് സ്യൂട്ടബിൾ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് സ്യൂട്ടബിൾ റൂട്ട് ഷുഡ് ബി ഫോംഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് സോൺ. അപ്പോൾ ഈ സോണിങ്ങിന് വേണ്ടി കുറേ എന്തുണ്ട്, റൂൾസൊക്കെ ഒബേ ചെയ്ത് മാത്രം നമുക്ക് ഈ സോൺസ് തിരിക്കാൻ പറ്റും. അപ്പോൾ കൊമേഴ്ഷ്യൽ സോൺ ആണെങ്കിൽ അവിടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് മാത്രമുള്ള കൺസ്ട്രക്ഷൻ മാത്രമേ നടക്കാൻ പറ്റൂ. റെസിഡൻഷ്യൽ സോൺ ആണെങ്കിൽ അവിടെ റെസിഡൻഷ്യൽ സോൺ മാത്രമായിരിക്കും. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സോ അവിടെ നിന്ന് കാണപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സോണും. ദെൻ അനദർ ടോപ്പിക് എന്ന് വെച്ചാൽ നെസസിറ്റി ഓഫ് ടൗൺ പ്ലാനിങ്. നമുക്ക് ടൗൺ പ്ലാനിങ്ങിൻ്റെ നെസസിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെഫക്റ്റീവ് റോഡ് സിസ്റ്റം റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് നാരോ സ്ട്രീറ്റ് ആൻഡ് ലെയിൻസ്. അതായത് ഇപ്പോൾ ഡിഫക്റ്റീവ് റോഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അതെന്താ, നാരോ സ്ട്രീറ്റും ലൈൻസൊക്കെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവും. അതുപോലെ ട്രാഫിക് കൺജഷനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പ്രോപ്പർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒന്നും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ടൗൺ പ്ലാനിങ്ങിലൂടെ ഇത് ഓവർകം ചെയ്യാം. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ലംസ് ആൻഡ് സ്ക്വാട്ടർ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ നമുക്ക് എക്സാക്ട്ലി സ്ലം ഒക്കെ ഇല്ലാതാക്കാം. ദെൻ ഹസാർഡ് ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അതായത് അടുക്കും ചിട്ടയൊക്കെ ഇല്ലാത്ത ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സും ഒക്കെ ആണെങ്കിൽ ടൗൺ പ്ലാനിങ്ങിലൂടെ അത് നമുക്ക് പ്രോപ്പർ സോണിങ്ങിലൂടെ പ്രോപ്പറായിട്ട് നമുക്ക് സോൺ ചെയ്ത് അറേഞ്ച് ചെയ്ത് നിർത്താം. അതുപോലെ തന്നെ ഹെവി ട്രാഫിക് കൺജഷൻ ഡ്യൂറിങ് ദ വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ദ ഡേ. അത് നമുക്കില്ല. ഹെവി ട്രാഫിക് കൺജഷനൊക്കെ പ്രോപ്പർ ടൗൺ പ്ലാനിങ് ഉണ്ടെങ്കിൽ പ്രോപ്പർ റോഡ് ലേഔട്ട് വരും. അപ്പോൾ നമുക്കത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വരും. അപ്പോൾ നമുക്ക് ട്രാഫിക് കൺജഷൻ ഇല്ലാതെയാക്കാം. ദെൻ ഇൻഅഡിക്വേറ്റ് ഓപ്പൺ സ്പേസസ് ഫോർ പാർക്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട് റിസൾട്ടിങ് ഇൻ അൺഹെൽത്തി ലിവിങ് കണ്ടീഷൻ. ഇപ്പോൾ ടൗൺ പ്ലാനിങ് ആണെങ്കിൽ പ്രോപ്പർ ഓപ്പൺ സ്പേസസ് ഒക്കെ ആയിരിക്കും പാർക്കിനും പ്ലേ ഗ്രൗണ്ട്സിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുമൂലം അൺഹെൽത്തി ലിവിങ് കണ്ടീഷൻ ഇല്ലാതെയാക്കാം. ദെൻ ലാക്ക് ഓഫ് എസെൻഷ്യൽ എമ്യൂണിറ്റീസ് ലൈക്ക് ഇലക്ട്രിക് വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രൈനേജ്. അതായത് ഇപ്പോൾ നമുക്ക് നവഡേയ്സ് ഒരുപാട് ലാക്ക് ഓഫ് എസെൻഷ്യൽ എമ്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇലക്ട്രിസിറ്റി എത്തപ്പെടാത്ത സ്ഥലത്താണെങ്കിൽ അത് ഈ ടൗൺ പ്ലാനിങ്ങിലൂടെ എത്തിപ്പെടും. അതായത് പ്രോപ്പർ വാട്ടർ സപ്ലൈ, അങ്ങനെ പ്രോപ്പർ ഡ്രെയിനേജ് എല്ലാം പ്രോപ്പർ ടൗൺ പ്ലാനിങ്ങിലൂടെ അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റും. ദെൻ നോയ്സി അറ്റ്മോസ്ഫിയർ ഡിസ്റ്റർബിങ് ദ പീസ് ഓഫ് ദ സിറ്റി ഡ്വല്ലേഴ്സ്. അതുപോലെ തന്നെ നോയ്സി അറ്റ്മോസ്ഫിയറൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് സോണിങ് നമ്മൾ പറഞ്ഞു. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അവിടെ റെസിഡൻഷ്യൽ ഹോംസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പൊല്യൂഷൻസോ അതേപോലെ നോയ്സി അധികം സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയാസ് വേറെ ആയിരിക്കും. അതുപോലെ തന്നെ അൺഹെൽത്തി ലിവിങ് കണ്ടീഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് എന്ത് പറ്റും, ടൗൺ പ്ലാനിങ്ങിലൂടെ പറ്റും. പ്രോപ്പർ ടൗൺ പ്ലാനിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൗൺ പ്ലാനിങ്ങിൻ്റെ ടോപ്പിക്ക്. ഇനി നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻറ്റ് തന്നിട്ടുള്ള സ്ലമ്മിൻ്റെ കുറച്ച് ടോപ്പിക്കുകളാണ്. അതപ്പോൾ എല്ലാവരും മറക്കാതെ പറഞ്ഞ ഡേറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.